വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കേസീസ് ക്ലാസ്സസ്. കേസീസ് ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി BCom BBA സെക്കൻഡ് സെമസ്റ്റർ എക്സാംസ് ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് ഫിനിഷ് ചെയ്ത് BCom സെക്കൻഡ് സെമസ്റ്റർ സ്റ്റുഡൻസിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. നമ്മൾ ഈ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അത് മാത്രമല്ല നമ്മൾ ഓൺലൈനായിട്ട് കോച്ചിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എക്സാം ഓറിയൻറ്റഡ് ആയിട്ട്. സോ ഇന്ന് എക്സാം ഫിനിഷ് ചെയ്തു. നമ്മൾ പറഞ്ഞിട്ടുള്ള അതേ ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ essay പാർട്ട് നോക്കിയാൽ അറിയാം, ഞാൻ പറഞ്ഞിട്ടുള്ള അതേ ചോദ്യങ്ങളാണ്. നമ്പർ 1 നമ്മൾ പറഞ്ഞു നിർബന്ധമായും കോറിലേഷൻ കൾപിയേഴ്സിന്റെ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഇൻഡെക്സ് നമ്പർ വെയ്റ്റഡ് മറ്റേ ലാസ്റ്റ് പേഴ്സ് അങ്ങനത്തെ വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പറിൻ്റെ ഒരു പ്രോബ്ലം പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ പ്രോബ്ലം, പിന്നെ ഒരു മെട്രിക്സ് അതുപോലെ തന്നെയാണ്. അതുപോലെ നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും എല്ലാ പാർട്ടിലും ഒരുപാട് കാണാൻ സാധിക്കും. എക്സാം വളരെ ഈസി ആയിരുന്നു, കുട്ടികളൊക്കെ ഹാപ്പിയാണ്. നമുക്ക് എന്തെങ്കിലും ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി BCom BBA MCom MBA എല്ലാ കോഴ്സിനും ഓൺലൈനായിട്ട് അഡ്മിഷനും കോച്ചിങ്ങും പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. അസൈൻമെൻറ്റ് സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് കിടക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുള്ള 4 year UG ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് 2024 ജൂലൈ അഡ്മിഷൻ. സോ ആദ്യം 1 മാർക്കിൻ്റെ ചോദ്യങ്ങൾ 10 ചോദ്യം, അതിൽ 8 ആൻസർ കൊടുക്കണം. വാട്ട് ഡു യു മീൻ ബൈ കോമ്പൗണ്ടിങ്? സിമ്പിൾ. ദെൻ മെട്രിക്സിൻ്റെ വാട്ട് ഈസ് മെൻ ബൈ ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്? ഹാർമോണിക് മീൻ എന്താണ്? റൈറ്റ് ദി റേഷ്യോ ഓഫ് 2 dozen and 4. ദെൻ റേഞ്ച് എന്താണ്? നമ്മൾ പ്രതീക്ഷിച്ച ചോദ്യം 40% of 40 ഈസി. ആനുറ്റി ഷുവർ ക്വസ്റ്റനിൽ പറഞ്ഞു. കോറിലേഷൻ ലൈസ് ബിറ്റ്വീൻ ഡാഷ് ആൻഡ് ഡാഷ് -1 to +1. റിഗ്രഷൻ എന്താണ്? പ്രൈസ് ഇൻഡെക്സ് എന്താണ്? അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് മെജോറിറ്റി അതിൽ കാണാൻ സാധിക്കുക. ഇനി 2 മാർക്സിൻ്റെ ചോദ്യങ്ങളോട്ട് പോകുമ്പോൾ ഡയഗണൽ മെട്രിക്സ് എന്താണ്? നിർബന്ധമായും തിയറിയിൽ പ്രതീക്ഷിച്ചതാണ്. പിന്നെ ആവറേജ് റെയിൻഫോൾ ഓഫ് എ സിറ്റി ഒരു പ്രോബ്ലം പറഞ്ഞിട്ടുണ്ട്. Monday to Saturday due to rainfall, the average rainfall for the week increased to 4 centimeter. What is rainfall on Sunday? Average. Then മറ്റൊരു ക്വസ്റ്റ്യൻ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ പ്രോബ്ലം നിർബന്ധമായും പഠിക്കാൻ പറഞ്ഞാണ് 2 മാർക്കിൻ്റെ. സോ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ റേഷ്യോ, പിന്നെ മീൻ ഡീവിയേഷൻ എന്താണ്? തിയറി, പ്രോപ്പോളറിൻ്റെ തിയറി. ദെൻ നെക്സ്റ്റ് മറ്റൊരു പ്രോബ്ലം മീൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തന്നിട്ട്. ദെൻ വാട്ട് ഈസ് ടൈം റിവേഴ്സൽ ടെസ്റ്റ്. അപ്പോൾ ഇത്രയാണ് പാർട്ട് ബിയിൽ 2 മാർക്സിൻ്റെ. പിന്നെ സിയിലോട്ട് വരുമ്പോൾ അത് കുറച്ചും കൂടി നല്ല പാർട്ടാണ്. പാർട്ട് സിയും ഡി ആണ് ഏറ്റവും ഈസിയസ്റ്റ് പാർട്ട്. അഡ്വാൻറ്റേജസ് ഓഫ് ആവറേജസ് നിർബന്ധമായും പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രതീക്ഷിച്ച ചോദ്യം. ദെൻ പ്രോബ്ലംസ് ഇൻ കൺസ്ട്രക്ഷൻ ഓഫ് ഇൻഡെക്സ് നമ്പർ തിയറി, പിന്നെ ഇൻഡെക്സ് മെട്രിക്സിൻ്റെ ഒരു പ്രോബ്ലം. മീഡിയൻ ഷുവർ ക്വസ്റ്റനിൽ പറഞ്ഞാണ്. ദെൻ റിഗ്രഷൻ ഷുവർ ക്വസ്റ്റനിൽ പറഞ്ഞാണ്. രണ്ടും. മീൻ ഡീവിയേഷൻ എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജസ്, പിന്നെ മീൻ കാൽക്കുലേറ്റ് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ പ്രോബ്ലംസിൽ മീഡിയൻ, മീൻ, റിഗ്രഷൻ 3ഉം നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ സാധിക്കും. പിന്നെ 26 മറ്റൊരു പ്രോബ്ലം. ഓക്കെ, അപ്പോൾ പാർട്ട് സി നല്ല ഒരു പാർട്ടായിരുന്നു. essay അതുപോലെ ഏറ്റവും നല്ലൊരു പാർട്ടാണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആദ്യം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ കാൽക്കുലേഷൻ, അതിൻ്റെ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷനും, പിന്നെ കാർപിയേഴ്സിൻ്റെ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ, പിന്നെ ലാസ്റ്റ് പേഴ്സ് പാഷെ ഫിഷർ ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞൊരു ചോദ്യമാണ്. പിന്നെ മെട്രിക്സിൻ്റെ മറ്റൊരു ക്വസ്റ്റ്യൻ 2 ആൻസർ കൊടുക്കുക. സോ ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ഇനി നെക്സ്റ്റ് ലോ പേപ്പറാണ് വരുന്നത്. സോ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനൊക്കെ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.